നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസ് ആക്രമിച്ച കേസിൽ പി.വി. അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ വിധി അല്പസമയത്തിനകം. വാദം പൂർത്തിയായി. ഭരണമുന്നണിക്ക് എംഎൽഎയോട് ശത്രുതയെന്നും പ്രതിഷേധത്തിൽ എന്താണ് അസ്വാഭാവികതയെന്നും പ്രതിഭാഗം വാദിച്ചു. 12 മുതൽ കസ്റ്റഡിയിലുള്ളവരുടെ പേരുകൾ എഫ്ഐആറിൽ വരാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു. ആക്രമണം ആസൂത്രിതമെന്നും അൻവറിന്റെ കസ്റ്റഡിയിൽ വേണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, വാദം പൂർത്തിയായിരിക്കുന്നു. ജാമ്യം കിട്ടുമോ? ഫോറസ്റ്റ് ഡിഎഫ്ഒ നോർത്ത് ഡിഎഫ്ഒ ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ ജയിലിലായ പി.വി. അൻവറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം അല്പസമയം പൂർത്തിയാക്കി. ഇന്ന് 5 മണിക്ക് മുമ്പ് തന്നെ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ ശ്രമിക്കാമെന്നാണ് നിലമ്പൂർ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഭാഗങ്ങളും, പ്രോസിക്യൂഷനാണെങ്കിലും അതോടൊപ്പം തന്നെ പ്രതിഭാഗമാണെങ്കിലും പി.വി. അൻവറിന്റെ അഭിഭാഷകനാണെങ്കിലും കൃത്യമായ ആരോപണങ്ങളും വാദങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയിൽ സമർത്ഥിച്ചത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാന വാദം എന്ന് പറയുന്നത് ഇത് ഒരു കാട്ടാൻ ആക്രമണത്തിലുണ്ടായ സ്വാഭാവികമായ ഒരു പ്രതിഷേധമല്ല. ഇത് പ്രതികളായവരെല്ലാം തന്നെ ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നുള്ളവരാണ്. അതായത് വലിയൊരു ആസൂത്രണം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടുപിടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ 1ാം പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മതിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷ തള്ളണമെന്ന് മാത്രമല്ല പി.വി. അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്നുകൂടി വാദിക്കുന്നുണ്ടായിരുന്നു. പ്രതിഭാഗം പി.വി. അൻവർ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് പി.വി. അൻവർ എന്ന് പറയുന്ന എംഎൽഎയോട്, രാഷ്ട്രീയ നേതാവിനോട് ഭരണമുന്നണിക്ക് വലിയ പ്രതികാര ബുദ്ധിയുണ്ട്. അതിന്റെ ഭാഗമായി ഇയാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ കേസെടുത്തതെന്ന് പറയുന്നത്. അതിന്റെ ചില കാരണങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 11:45 ഈ സംഭവം നടക്കുന്നത്. 12:55 കൂടി തന്നെ 4 പേരെ ഇതിൽ കസ്റ്റഡിയിലെടുക്കുകയും നിലമ്പൂർ സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു. ഇവരുടെ പേരുകളും തന്നെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം പിന്നീട് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് 12:50 കസ്റ്റഡി എടുക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ ഇടുന്നത് 4:50. അതായത് വലിയൊരു ആഫ്റ്റർ തോട്ട്, അതായത് ഒരു മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പി.വി. അൻവറിന്റെ പേര് വെച്ചുകൊണ്ട് 1ാം പ്രതിയായിക്കൊണ്ട് കേസ് എടുത്തു എന്നാണ് പ്രതിഭാഗം പ്രധാനമായും വാദിച്ചത്. കസ്റ്റഡി എടുത്ത ആൾക്കാരുടെ പേര് വരാതിരിക്കുക, പി.വി. അൻവറിന്റെ പേര് മാത്രം വരിക. മാത്രമല്ല എംഎൽഎ ആണ്, പൊതുപ്രവർത്തകനാണ്. നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ പോലും സ്റ്റേഷനിൽ പോകാൻ പറ്റുന്ന ഒരാളെ വീട് വളഞ്ഞ് വലിയ പോലീസ് സന്നാഹത്തോടെ അറസ്റ്റ് ചെയ്തത് ഈ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമാണെന്നും സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നടപടികളെല്ലാം തന്നെ ഹേസ്റ്റ് ആയിരുന്നു, അമിത വേഗത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി ഏത് സമയവും ഹാജരാവാം. അതുകൊണ്ട് തന്നെ ജാമ്യം വേണമെന്ന് വാദിച്ചു. കോടതിയും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വലിയ ആസൂത്രണമാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി ചോദിച്ചത് മറ്റ് സ്ഥലങ്ങളിൽ, ഒരു സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് പ്രതിഷേധിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. മാത്രമല്ല ആദ്യം കസ്റ്റഡി എടുത്ത ആളുടെ പേരുകൾ എന്തുകൊണ്ട് എഫ്ഐഎസിലും എഫ്ഐആറിലും വരുന്നില്ല എന്ന് ചോദിച്ചു. അത്തരം ചില ചോദ്യങ്ങൾ കൂടി, അല്ലെ പോലീസ് അന്വേഷണത്തിൽ ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടും എഫ്ഐആറും സംബന്ധിച്ചൊക്കെയുള്ള സംശയങ്ങൾ കൂടി കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്ന പ്രതീക്ഷയാണ് പി.വി. അൻവറിന്റെ അഭിഭാഷകനും അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ജയിലിൽ കുടുക്കാനുള്ള ശ്രമം നടന്നു എന്നതുൾപ്പെടെയുള്ള ഗുരുതരമായ കാര്യങ്ങൾ അഭിഭാഷകൻ പറഞ്ഞിട്ടുണ്ട്. കോടതിയെ അത് അറിയിച്ചിട്ടുണ്ടെന്നും പ്രതികരിച്ചു. പ്രതികരണത്തിലേക്ക്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എഫ്ഐഎസ് ഇട്ടത് പി.വി. അൻവറും പിന്നെ അൺനോണായിട്ടുള്ള പേരറിയാത്ത 10 പേരുമാണ്. അതിൽ പേരറിയുന്ന 4 പേർ അവിടെ ഉണ്ടേ. 12:45 മുതൽ പേരറിയുന്നവരില്ലേ? അതാണ് ഇതിലെ പ്രശ്നം. അതിനെ കോടതി ചോദിച്ചത്. നമ്മളെന്താ വെച്ചാൽ ഈ കേസ് മൊത്തം ഒരു കൺകോട്ടറാണ് പിന്നീട്. കാരണം ഈ കേസിലെ നേരം 11:45 കഴിഞ്ഞിട്ട് 4:45 വരെ എഫ്ഐഎസ് ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് എന്നതിന് ഒരു പ്രശ്നമല്ലേ? ഇമീഡിയറ്റ് ബിഫോർ ദ പോലീസ് സ്റ്റേഷനാണ്. അവിടെ വെച്ച് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് 4:45 വരെ എഫ്ഐആർ ഇട്ടില്ലെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ രാജ്യത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോലത്തെ അജിറ്റേഷൻ ഇവിടെ നടന്നിട്ടുള്ളത് പോലീസായി നിൽക്കണത്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്തുണ്ടാണത് കേസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേസ് വഹിക്കുന്നത്. പോലീസ് മൊത്തത്തിൽ ബ്ലാങ്കാണ്. ഈ കേസ് നിലമ്പൂർ പോലീസിന്റെ താല്പര്യപ്രകാരമുള്ളതല്ല എന്ന് ബാക്കിയുള്ള നാളുവഴികൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം പോലീസ് എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നിലമ്പൂരിൽ നടന്നു. ഒരാളെ ആന ചവിട്ടി കൊന്നാണ്. സ്വാഭാവികമാണ് ജനങ്ങളുടെ പ്രതികരണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൽ സ്വാഭാവികമായ പ്രതികരണം എന്നതിലേക്ക് അവഗണിക്കാവുന്ന ഒരു സംഗതിയാണിത്. അങ്ങനെ അവഗണിച്ചിട്ടുമുണ്ട്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് വളരെ വൈകിയ സമയത്ത് ഇതിൽ കേസെടുക്കുന്നത്. ഇല്ലേ 4:45 വരെ കാത്തിക്കണ്ട.
ഈ 4:45 അറസ്റ്റ് ചെയ്തപ്പോഴും ബാക്കിയുള്ള സമയത്തൊക്കെ നിലമ്പൂരിൽ തന്നെയുള്ള MLA രാത്രി 9:45 വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല.